ബൈബിളിലെ യേശു ക്രിസ്തുവും ഖുറാനിലെ ഈസാ നബിയും ഒരാൾ തന്നെയോ? ആണ് എന്ന് പറയുന്നവരുണ്ട്, അല്ല എന്ന് പറയുന്നവരുണ്ട്. ബൈബിളിൻ്റെയും സഭയുടെ ആധികാരിക പ്രബോധനത്തിൻ്റെയും വെളിച്ചത്തിൽ ഇതിനെക്കുറിച്ച് എന്തു മറുപടി പറയാൻ സാധിക്കും? ഈസായും യേശുവും ഒരാൾ തന്നെയോ? സ്നേഹമുള്ളവരെ, കത്തോലിക്ക വിശ്വാസവും വെല്ലുവിളികളും എന്ന പഠന പരമ്പരയിലേക്ക് സ്വാഗതം. നമുക്ക് സുവിശേഷത്തിൻ്റെ ഒരു ഭാഗം വായിച്ചുകൊണ്ട് ആരംഭിക്കാം. മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 1, 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. യേശു ക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവൻ്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുമ്പ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായകയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കെ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നെല്ലാം മോചിപ്പിക്കും. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള എമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുളി ചെയ്തത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു. പുത്രനെ പ്രസവിക്കുന്നവരെ അവളെ അവൻ അറിഞ്ഞില്ല. അവൻ ശിശുവിന് യേശു എന്ന് പേരിട്ടു. ദൈവവചനമാണ് നാം കേട്ടത്. സ്നേഹമുള്ളവരെ, നമ്മുടെ ചോദ്യം ഇതാണ്: ഖുറാനിലെ ഈസാ നബിയും ബൈബിളിലെ യേശു ക്രിസ്തുവും ഒരാൾ തന്നെ ആണോ? ആണ് എന്ന് പറയുന്ന ധാരാളം പേരുണ്ട്. അതിന് മതിയായ കാരണങ്ങളുമുണ്ട്. അതേസമയം രണ്ടും ഒരാൾ തന്നെയാണോ എന്ന് സംശയം പ്രകടിപ്പിക്കുന്നവരുണ്ട്, അല്ല എന്ന് പറയുന്നവരുമുണ്ട്. ഇതിലേതാണ് നമ്മൾ സ്വീകരിക്കുക? നമ്മൾ ആദ്യമേ സാമ്യങ്ങളെക്കുറിച്ച് തന്നെ പറയാം. ആദ്യമത്തേത് പേര് തന്നെയാവട്ടെ. യേശു എന്ന് നമ്മൾ വിവർത്തനം ചെയ്യുന്നത് ജോഷുവ എന്ന ഹീബ്രു വാക്കാണ്. ജോഷുവയുടെ ഉത്ഭവത്തിലേക്ക് പോകുമ്പോൾ യാഹ്വേ, ഷുവ എന്ന 2 വാക്കുകൾ നമ്മൾ കണ്ടെത്തും. യാഹ്വേ ദൈവത്തിൻ്റെ പേരാണ്. ഷുവ എന്ന് പറഞ്ഞാൽ രക്ഷ. യാഹ്വേ രക്ഷകൻ. യാഹ്വേ ദൈവമാണ്, ദൈവത്തിൻ്റെ പേരാണ്. അപ്പോൾ യാഹ്വേ രക്ഷിക്കുന്നു എന്നാണ് വാസ്തവത്തിൽ. യഹോഷുവ, യാഹ്വേ ഷുവ ലോപിച്ച് യഹോഷുവയായി, യഹോഷുവ ലോപിച്ച് ജോഷുവയായി. ആ ജോഷുവ പിന്നീട് ലോപിച്ച് ജഷുവ എന്നാവും. അരമായ ഭാഷയിൽ ജഷുവ എന്നാണ് പറയുക. യേശുവിൻ്റെ അമ്മ മറിയം മകനെ വിളിച്ചിരുന്നത് ഈശോ എന്നല്ല, യേശു എന്നല്ല, ജഷുവ എന്നായിരുന്നു. ആ ജഷുവ ഗ്രീക്കിലേക്ക് വന്നപ്പോഴേക്കും യേസൂസ് എന്നായി. ലത്തീനിലും യേസൂസ് തന്നെ. ആ ലത്തീനിൽ നിന്ന് യേസൂസിലേക്ക് വന്നപ്പോഴത്തേക്കും ജീസസ് എന്നായി. മലയാളത്തിലേക്ക് വരവ് ജീസസിൽ നിന്നാണെങ്കിൽ യേശു യേശു ആയി, യേസൂസ് യേശു ആയി. അങ്ങനെ നമ്മൾ യേശു എന്ന് പറയും. ഇനി സുറിയാനിലേക്ക് വരുമ്പോഴേക്കും ജോഷുവ എന്നുള്ളത് ഈശോ എന്നാണ് ഇരിക്കുക, ഈശോ. അപ്പോൾ ഈശോയും യേശുവും ഒന്ന് തന്നെ. ഒന്ന് സുറിയാനിയും മറ്റേത് അരമായാണെന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. അപ്പോഴേ പേരിൻ്റെ അർത്ഥം രക്ഷകൻ, ദൈവം രക്ഷിക്കുന്നു എന്നാണ്. ഇനി ഖുറാനിലേക്ക് പോയാൽ ഈസ എന്നാണ് പേര്. ഈസ എന്ന പേരിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് അധികം ആരും പറയാറില്ല, അറിയില്ല. അതിന് കൊടുക്കുന്ന വിശദീകരണം ചിലർ പറയുന്നു ഈസ എന്നത് കാട്ടുകഴുതിയുടെ മൂത്രമെന്നാണ് അർത്ഥം. അത് ശരിയല്ലെന്ന് തോന്നുന്നില്ല, പരിഹസിക്കാൻ വേണ്ടി പറയുന്നതാവും. ഈസ എന്നൊരു പേരാണ്, മറ്റു പല പേരുകളും പോലെ. പക്ഷേ രക്ഷകൻ എന്ന ഒരർത്ഥം ഈസായ്ക്ക് കൊടുക്കുന്നില്ല, കൊടുക്കാൻ സാധിക്കുമില്ല. കാരണം മുസ്ലിമുകളെ സംബന്ധിച്ച് രക്ഷ എന്നത് ആരെങ്കിലും നേടിത്തരുന്നതല്ല, നേടിയെടുക്കേണ്ടതാണ്. അപ്പോൾ രക്ഷകൻ എന്ന അർത്ഥം ഈസായ്ക്ക് കൊടുക്കാനാവില്ല. ഈസ പേരാണ്, യേശു. അപ്പോൾ യേശു എന്ന പേരിൻ്റെ അർത്ഥത്തിലേക്ക് വരുമ്പോൾ തന്നെ ഒരു ചെറിയ വ്യത്യാസം നമ്മൾ കാണും. യേശു എന്ന് പറഞ്ഞാലും ഈസ എന്ന് പറഞ്ഞാലും യേശു എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്, ഈശോ എന്ന് പറഞ്ഞാലും. പക്ഷേ ആ പേരിൻ്റെ പിന്നിലേക്ക് പോകുമ്പോൾ വ്യത്യാസങ്ങൾ നമ്മൾ കാണും. രണ്ടാമത്തേത് സാമ്യം ഒന്ന്. രണ്ടാമത്തെ ക്രിസ്തു എന്ന പദമാണ്. യേശു ക്രിസ്തു എന്ന് പറയുന്നത് യേശു എന്നൊരു പേരാണ്, മറ്റൊരു ടൈറ്റിലാണ് ക്രിസ്തുസ്. ക്രിസ്തുസ് എന്നത് വാസ്തവത്തിൽ ഗ്രീക്കിൽ നിന്ന് വരുന്നതാണ്. യേശു ഹെബ്രായ ഭാഷയിൽ നിന്ന് വരുന്നു, ക്രിസ്തു ഗ്രീക്കിൽ നിന്ന് വരുന്നു. ഗ്രീക്കിൽ ക്രിയോ എന്നൊരു പദമുണ്ട്. അഭിഷേകം ചെയ്യുക, എണ്ണ പുരട്ടുക. അഭിഷേകം ചെയ്യപ്പെട്ടവൻ എന്നാണ് ക്രിസ്തോസ് എന്ന വാക്കിൻ്റെ അർത്ഥം. ക്രിസ്തോസ്, അഭിഷിക്തൻ. ഈ ക്രിസ്തോസിൽ നിന്നാണ് ക്രൈസ്റ്റ് എന്ന പദമുണ്ടായത്. ആ ക്രിസ്തോസിൽ നിന്നാണ് ക്രിസ്തു ഉണ്ടാവുക. അപ്പോൾ യേശു ജഷുവായിൽ നിന്ന് വരുന്നു, ജോഷുവായിൽ നിന്ന് വരുന്നു. ക്രിസ്തു ക്രിസ്തോസിൽ നിന്ന് വരുന്നു. അർത്ഥം വ്യത്യാസമുണ്ട്.
യേശു എന്ന രക്ഷകൻ, ക്രിസ്തു എന്ന് പറഞ്ഞാൽ അഭിഷേകം ചെയ്യപ്പെട്ടവൻ. എന്ത് അഭിഷേകമാണ്? ബൈബിളിൽ 3 തരം അഭിഷേകത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതിലേറ്റവും പ്രധാനം രാജകീയ അഭിഷേകമാണ്. ഉദാഹരണത്തിന്, ഇസ്രായേൽക്കാർ ഒരു രാജാവിന് വേണമെന്ന് ശഠിച്ചപ്പോൾ ദൈവം സാമൂലിനോട് പറഞ്ഞു, നീ സാവൂളിനെ രാജാവായി അഭിഷേകം ചെയ്യുക. സാവൂളിൻ്റെ തലയിൽ തൈലം പൂശിക്കൊണ്ട് അല്ലെങ്കിൽ എണ്ണ ഒഴിച്ചുകൊണ്ടാണ് അഭിഷേകം ചെയ്യുക. അഭിഷേകം പുരട്ടുക എന്നാണ് അർത്ഥം. എണ്ണ പുരട്ടുക, എണ്ണ ഒഴിക്കുക. അങ്ങനെ എണ്ണ തലയിൽ ഒഴിച്ച് തൈലം തലയിൽ പൂശി രാജാവിനെ അഭിഷേകം ചെയ്തു. ആ സാമൂൽ തന്നെയാണ് ദാവീദിനെയും അഭിഷേകം ചെയ്യുക. അപ്പോൾ രാജാഭിഷേകമാണൊന്ന്. ക്രിസ്തോസ് എന്ന് പറഞ്ഞാൽ അഭിഷേകം ചെയ്യപ്പെട്ട രാജാവിന് അർത്ഥമുണ്ട്, ഒന്ന്. രണ്ടാമത്തേത് പൗരോഹിത്യ അഭിഷേകമാണ്. പുരോഹിതന് അഭിഷേകം ചെയ്യുന്നു. മോശ അഹറോനെ പുരോഹിതനായി അഭിഷേകം ചെയ്യുന്നു. അതും തലയിൽ തൈലം പൂശിക്കൊണ്ടാണ്. അപ്പോൾ അഭിഷിക്തൻ രാജാവാകാം, അഭിഷിക്തൻ പുരോഹിതനാകാം. മൂന്നാമതൊരു അഭിഷേകമുണ്ട്. അത് എണ്ണ കൂടാതെയുള്ള അഭിഷേകമാണ്. ആത്മാവിന് നൽകിക്കൊണ്ട് അഭിഷേകം. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, അവിടെ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് പറയും. യേശയ്യായുടെ പുസ്തകം 61-ാമത്തെ അധ്യായം 1-2 വാക്കിലാണ് പ്രവാചകൻ തന്നെക്കുറിച്ച് പറയും, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, അവിടെ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. എങ്ങനെയാണ് അഭിഷേകം? ആത്മാവിനെ അയച്ചുകൊണ്ടാണ്. അപ്പോൾ അതാണ് യേശുവിൻ്റെ മാമോദിസയുടെ അവസരത്തിൽ സംഭവിക്കുക. സ്വർഗം തുറക്കപ്പെട്ടു, പരിശുദ്ധാത്മാവ് പ്രാവിൻ രൂപത്തിൽ അവൻ്റെ മേൽ എഴുന്നള്ളി വരുന്നതായിട്ട് കണ്ടു. ആ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനമാണ് അഭിഷേകമായിട്ട് കണക്കുക. പിന്നീട് അപ്പോസ്തല പ്രവർത്തനം 10-ാമത്തെ അധ്യായം 38-ാമത്തെ വാക്യത്തിൽ പറയും, ആത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടവനാണ്. അപ്പോൾ ഇത് അഭിഷേകമാണ്. ക്രിസ്തോസ് എന്നാൽ അവൻ രാജാവാകാം, പുരോഹിതനാകാം, അല്ലെങ്കിൽ പ്രവാചകനാകാം, അഭിഷിക്തൻ. യേശു ഇത് മൂന്നും യാഥാർത്ഥമായി എന്നാണ് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത്. യേശു അഭിഷേകം ചെയ്യപ്പെട്ട രാജാവാണ്, അഭിഷേകം ചെയ്യപ്പെട്ട പുരോഹിതനാണ്, അഭിഷേകം ചെയ്യപ്പെട്ട പ്രവാചകനുമാണ്. പക്ഷേ മുസ്ലിമുകളെ സംബന്ധിച്ച് എന്താണ് മസീഹ് എന്ന് വെച്ചാൽ, മസീഹ് അത്ര തന്നെ വേറെ അഭിഷേകത്തെക്കുറിച്ചും പറയാനൊന്നുമില്ല. പേരുണ്ട് എന്നല്ലാതെ പേരിന് അർത്ഥമൊന്നും പറയാനില്ല. അപ്പോൾ ഈസാ മസീഹ് എന്ന് പറയുന്നതും യേശു ക്രിസ്തു എന്ന് പറയുന്നത് ഒരാളെ തന്നെയാണെങ്കിലും പേരിൻ്റെ പിന്നിലുള്ള യാഥാർത്ഥ്യത്തെക്കുറിച്ച് പറയുമ്പോഴേക്കും ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇസ്ലാമിക കാഴ്ചപ്പാടിൽ 0 ആണ് അതിൻ്റെ പിന്നിലുള്ള പേരിൻ്റെ അർത്ഥങ്ങളെ സംബന്ധിച്ച്. ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്നു, ആ വ്യക്തിയുടെ പേരാണ് ഈസാ മസീഹ്. പക്ഷേ ക്രിസ്ത്യാനി സംബന്ധിച്ച് ഈശോ അല്ലെങ്കിൽ യേശു രക്ഷകനാണ്, പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നവനാണ്, മാനവരക്ഷകനാണ്, അവൻ രാജാവാണ്, അഭിഷിക്തനായ രാജാവാണ്, അഭിഷിക്തനായ പുരോഹിതനുമാണ്, പ്രവാചകനുമാണ്. അപ്പോൾ ഇത്രയും വ്യത്യാസം, ആ പേരിൽ സാമ്യമുണ്ടെങ്കിലും വ്യത്യാസങ്ങളുണ്ട്. മൂന്നാമത്തേത് പ്രവാചകനാണ്. ഈസാ നബി എന്നാണ് മുസ്ലിമുകൾ യേശുവിനെ പൊതുവെ വിശേഷിപ്പിക്കുക. ഈസാ നബി. ചുരുക്കമായിട്ട് റസൂൽ എന്ന പദം ഉപയോഗിക്കാറുണ്ട്. നബി എന്ന് പറഞ്ഞാൽ പ്രവാചകൻ എന്നാണ് അറിയപ്പെട്ടത്. റസൂൽ എന്ന് പറഞ്ഞാൽ ദൂതൻ, അയക്കപ്പെട്ടവൻ. യേശു പ്രവാചകനാണ്, ദൈവത്താൽ അയക്കപ്പെട്ടവനുമാണ്. അത് മുസ്ലിമുകൾ വിശ്വസിക്കുന്നുണ്ട്, ക്രിസ്ത്യാനികളും വിശ്വസിക്കുന്നുണ്ട്. ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് യേശു പ്രവാചകനാണ്, തീർച്ചയായിട്ടും പ്രവാചകനാണ്. പ്രവാചകനാണെന്ന് യാതൊരു സംശയവുമില്ല. യേശു തന്നെ അവകാശപ്പെട്ടിട്ടുണ്ട്, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, അവിടെ നിന്ന് അഭിഷേകം ചെയ്തിരിക്കും ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കാനായി. അപ്പോൾ അയക്കപ്പെട്ട അഭിഷിക്തനാണ് യേശു, പ്രവാചകനാണെന്ന് യേശു തന്നെ അവകാശപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ലൂക്കായുടെ സുവിശേഷം 13-ാമത്തെ അധ്യായം 31-33 വാക്യങ്ങളിൽ ഞാൻ പറയും, ഒരു പ്രവാചകനും ജെറൂസലത്തിന് പുറത്ത് വെച്ച് നശിക്കുന്നത് ശരിയല്ല. അപ്പോൾ സാഹചര്യം ഇതാണ്. ഫരിസേയരൊന്ന് യേശുവിനോട് പറഞ്ഞു, ഹെറോദിസിൻ്റെ കൊല്ലാനായിട്ട് ശ്രമിക്കുന്ന സന്ധിപ്പാസ് അതുകൊണ്ട് നാട് വിട്ടു പോകണം, ഗലീലയിൽ നിന്ന് പോകണം. അധികം കാലം ആയില്ല, സ്നാപയോഹന്നാനെ ശിരച്ഛേദം ചെയ്ത ഹെറോദിസാണ്, നിന്നെയും നോട്ടമിട്ടിരിക്കുകയാണ്, അതുകൊണ്ട് സ്ഥലം വിട്ടു പോകണം. യേശു പറയും, നിങ്ങളെ ചെന്നാൽ കുറുക്കനോട് പറയും, ഞാൻ ഇന്നും നാളെയും മറ്റന്നാൾ ഇവിടെ തന്നെ ഉണ്ടാകും, 3-ാം ദിവസം ഞാൻ എൻ്റെ യാത്ര പൂർത്തിയാക്കും. പക്ഷേ ഞാൻ ഇന്നും നാളെയും മറ്റന്നാൾ ഞാൻ യാത്ര ചെയ്യേണ്ടിയിരിക്കുന്നു, കാരണം ഒരു പ്രവാചകൻ ജെറൂസലത്തിന് പുറത്ത് വെച്ച് നശിക്കുന്നത് ശരിയല്ല. അപ്പോൾ യേശുവിൻ്റെ മരണത്തെ യേശു തന്നെ പ്രവാചകനായിട്ടാണ് കാണുക, യാതൊരു സംശയവുമില്ല. അപ്പോൾ ജനങ്ങൾ ആരാണ് യേശു എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും പറയും പ്രവാചകനാണ്. യേശു തന്നെ ചോദിക്കുന്നുണ്ട്, ഒരു മിഡ് ടൈം ഇവാലുവേഷൻ പോലെ. കേസറിയ ഫിലിപ്പി, ഗലീലയുടെ അങ്ങ് വടക്കേ അറ്റത്ത് വെച്ച് ശിഷ്യന്മാർ ഒരുമിച്ച് കൂട്ടിയിട്ട് യേശു ചോദിച്ചു, ആട്ടെ നിങ്ങൾ ഇത്രയും കാലം കൂടെ നടന്നല്ലോ, എന്നെക്കുറിച്ച് എന്താണ് ജനങ്ങൾ പറയുന്നത്, ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്? പറയും, നീ പ്രവാചകനാണ്, സ്നാപകൻ ഉയർത്തെഴുന്നേറ്റതാണ്, അല്ലെങ്കിൽ ഏലിയ മടങ്ങി വന്നതാണ്, ജെറമിയയാണ്, പ്രവാചകൻ, യാതൊരു സംശയവുമില്ല. അപ്പോൾ ജനങ്ങൾ യേശുവിനെക്കുറിച്ച് പ്രവാചകനായിട്ടാണ് കാണുക. സമറിയക്കാരി സ്ത്രീ വെള്ളം കോരാനായിട്ട് വന്നതാണ്. യേശു അവളുടെ ഇടപെട്ടു, എനിക്ക് വെള്ളം കുടിക്കാൻ തരാൻ പറഞ്ഞു. അപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിലാണ്. അങ്ങനെ സംസാരിച്ച് വരുമ്പോൾ യേശു പറഞ്ഞു, ഞാൻ ജീവജലം തരാം. അപ്പോൾ ജീവജലം ചോദിച്ചപ്പോൾ പറയും, നീ ഇതിൻ്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുപോകും. അയ്യോ, എനിക്ക് ഭർത്താവില്ല. അപ്പോൾ യേശു പറയും, ശരിയാണ്, നീ പറഞ്ഞത് ശരിയാണ്, നിനക്ക് 5 പേരുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ നിൻ്റെ ഭർത്താവല്ല. അപ്പോൾ നീ ഒരു പ്രവാചകനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ യേശു ഒരു സ്ത്രീയുടെ ആന്തരിക രഹസ്യങ്ങൾ, കഴിഞ്ഞകാല ചരിത്രങ്ങൾ അറിയാവുന്നൊരു വ്യക്തി പ്രവാചകനാണ്. അവൾ യേശു നിഷേധിച്ചത്, നീ പ്രവാചകനാണ്. അതുപോലെ തന്നെ യേശു കാഴ്ച കൊടുത്ത ഒരു കുരുടനുണ്ട്, ജെറൂസലമിലെ കുരുടൻ. അവനെ ഒരുപാട് പേര് ചോദ്യം ചെയ്തു. അവസാനം ഫരിസേയർ ചോദ്യം ചെയ്തു, അവൻ ആരാണെന്നാണ് നീ പറയുന്നത്? അവൻ പ്രവാചകനാണ്.
തീർച്ചയായിട്ടും പ്രവാചകനാണ്, ജനങ്ങൾ പറയുന്നു. ഇനി അവസാനം ഹോസാന വിളികളുടെ മധ്യേ യേശു കഴുതപ്പുറത്ത് ജെറൂസലത്തേക്ക് വരുമ്പോഴത്തേക്കും ജെറൂസലംകാർ ചോദിക്കും, ഇവൻ ആരാണ്? അവൻ ഗലീലിൽ നിന്നുള്ള പ്രവാചകനാണ്. ഗലീലിൽ നിന്നുള്ള പ്രവാചകൻ. ജനക്കൂട്ടങ്ങൾക്ക് യേശു പ്രവാചകനാണ്, യാതൊരു സംശയവുമില്ല. ഇനി അവസാനം യേശു മരിച്ചു, യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് ആരൊക്കെയോ പറഞ്ഞു. പക്ഷേ 2 ശിഷ്യന്മാരൊന്നും വിശ്വസിക്കാതെ പോവുകയാണ്. ജെറൂസലത്ത് നിന്ന് എമ്മാവൂസിലേക്ക് പോകുന്ന വഴി ഒരു അപരിചിതൻ അവരുടെ കൂടെ കൂടി നിങ്ങളെന്താ ഇങ്ങനെ വിഷാദിച്ച് തർക്കിച്ച് പോകുന്നത്? അത് ഞങ്ങൾ നസ്രായനായ യേശുവിനെക്കുറിച്ചാണ്. പ്രവാചകനായിരുന്നു അവൻ, വാക്കിലും പ്രവൃത്തിയിലും വലിയ ആളായിരുന്നു, അവൻ പ്രവാചകനായിരുന്നു. അപ്പം യേശുവിൻ്റെ മരണത്തിന് ശേഷവും ശിഷ്യന്മാരെ കാത്തു സൂക്ഷിച്ച ചിത്രം പ്രവാചകനാണ്. അവിടെ യാതൊരു സംശയവുമില്ല, യേശു പ്രവാചകനായിരുന്നു. ഇപ്പോൾ മുസ്ലിമുകൾ പറയുന്നത് ശരിയാണ്, യേശു പ്രവാചകനാണ്, ബൈബിളും പറയുന്നത് പ്രവാചകനാണ്. പക്ഷേ പ്രവാചകൻ മാത്രമാണോ? അവിടെയാണ് പ്രശ്നം. പകുതി ശരിയാണ്. നമ്മൾ ആനയെ കണ്ടതുപോലെയാണ്, കുരുടന്മാർ ആനയെ കണ്ടതുപോലെ. ഒരാൾ പറഞ്ഞു ആന വലിയ തൂണ് പോലെയാണ്, അല്ല ആന കുന്തം പോലെയാണ്. കൊമ്പെ തൊട്ട് നോക്കിയപ്പോൾ ആന കുന്തം പോലെയാണ്, വാലപ്പിട്ട ആന ചൂല് പോലെയാണ്. അപ്പോൾ യേശു പ്രവാചകനാണെന്ന് പറയുന്നത് ഒരു ഭാഗം മാത്രമേ ആവുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് ഇസ്ലാമിലൊന്നും പറയാനില്ല, ഖുറാനും പറയാനില്ല. അപ്പോൾ യേശു പ്രവാചകനാണ്, ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒരുപോലെ സമ്മതിക്കും. പക്ഷേ ക്രിസ്ത്യാനികൾക്ക് യേശു പ്രവാചകനാണ്, അതിനപ്പുറത്ത് എന്തൊക്കെയോ കൂടിയാണ്. നമ്മൾ വ്യത്യാസത്തിലേക്ക് വരും. 4-ാമത്തേത്, ഈസാ നബി ജനിച്ചത് മറിയം എന്ന കന്യകയിൽ നിന്നാണ്. കന്യാജനനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, കന്യകയായിരുന്നു. അപ്പോൾ കന്യകയിൽ ജനിച്ചതാണ് യേശുവിന് ഒരു ശാരീരികമായ പിതാവില്ല. ഖുറാൻ വിശ്വസിക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. ക്രിസ്ത്യാനികളും പറയും, അതാണ് ഞാൻ വായിച്ച് കേൾപ്പിച്ചത്. അപ്പോൾ കന്യകയായ മറിയത്തിൽ നിന്നാണ് യേശു ജനിച്ചത്. 2 പേരും കന്യാജനനത്തെക്കുറിച്ച് പറയും. പക്ഷേ ഈ കന്യകയുടെ അവസ്ഥ എന്തായിരുന്നു, എങ്ങനെയാണ് ഇതുണ്ടായത്, അതിനെക്കുറിച്ചൊക്കെ വളരെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുണ്ട്. പക്ഷേ ഒരു കാര്യത്തിൽ 2 കൂട്ടരും എഗ്രി ചെയ്യുന്നു, കന്യാജനനം. പ്രബോധനത്തെക്കുറിച്ച് പറയുമ്പോഴും അവസാനത്തെ പോയിൻ്റ് 5, 2 പേരും പറയുന്നത് യേശു സുവിശേഷമാണ് പ്രഘോഷിക്കുക. യേശു പ്രഘോഷിച്ച സുവിശേഷം, ദൈവത്തിൻ്റെ സുവിശേഷം പ്രഘോഷിച്ചുകൊണ്ട് ഗലീലിലേക്ക് വന്നു എന്നാണ് മർക്കോസ് പറയുക. ദൈവത്തിൻ്റെ സുവിശേഷം പ്രഘോഷിച്ചു. യേശു പ്രസംഗിച്ച സുവിശേഷമാണ്. സുവിശേഷം പ്രഘോഷിക്കപ്പെടുന്നു. സമയം പൂർത്തിയായി, ദൈവരാജ്യം സംഭവിച്ചിരിക്കുന്നു, സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. അപ്പോൾ യേശു സുവിശേഷം പ്രഘോഷിച്ചു. ഇതിനാണ് മുസ്ലിമുകളും പറയുക, യേശു പ്രഘോഷിച്ചത് ഇഞ്ചീലാണ്. ഇഞ്ചീൽ എന്നത് എവങ്കേലിയും എന്ന ലത്തീൻ വാക്കിൽ നിന്നുള്ള എവങ്കേലിയോൺ എന്ന ഗ്രീക്കിൽ നിന്ന് വന്നതാകാം. രണ്ടും റൂട്ട് ഒന്ന് തന്നെയാണ്. ഇഞ്ചീൽ, എവങ്കേലിയും, എവഞ്ചേലിയും, ഇവാഞ്ചലൈസേഷൻ എന്നൊക്കെ പറയുന്നത് ഇഞ്ചീൽ ഒന്നാണ്. പക്ഷേ എന്താണ് ഈ എവങ്കേലിയും? അത് ഖുറാൻ നിശബ്ദത പാലിക്കുകയാണ്, ഒന്നും പറയാനില്ല. ഖുറാൻ പറയും യേശു ഇഞ്ചീൽ, എന്താണ് ഇഞ്ചീൽ നിങ്ങൾ വായിച്ച് നോക്കുക സുവിശേഷം. ഇപ്പോൾ ഖുറാൻ ഇഞ്ചീലിനെ കുറിച്ചൊന്നും പറയാനില്ല. 2-ാമത്തേത്, യേശു അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. സുവിശേഷം ഒരുപാട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഖുറാനിലും പറയും യേശു അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. എന്തത്ഭുതമാണ് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത്? ഒന്ന്, ബാല്യകാലത്ത് പക്ഷികളെ ഉണ്ടാക്കുക, കളിമണ്ണ് കൊണ്ട് പക്ഷികളെ ഉണ്ടാക്കി പറപ്പിക്കുക. യേശുവിൻ്റെ ഒരു വിനോദമായിരുന്നു. സുവിശേഷത്തിനുള്ള വിനോദങ്ങളല്ല. വേറെ കൊണ്ട് വെള്ളപ്പാണ്ട് രോഗം ഉണ്ടായതിനെ സുഖപ്പെടുത്തി പറയുന്നുണ്ട്, മരിച്ചു ഉയർപ്പിച്ചത് പറയുന്നുണ്ട്. പക്ഷേ യേശുവിൻ്റെ സുവിശേഷങ്ങളിലെ അത്ഭുതവും ഇതുമായിട്ട് സാമ്യമുണ്ടെങ്കിലും ഒരുപാട് വ്യത്യാസമുണ്ട്. ബാല്യകാലത്തിൽ യേശു ഒരു അത്ഭുതവും പ്രവർത്തിക്കുന്നില്ല. അതുതന്നെയുമല്ല, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി, രസിപ്പിക്കാൻ വേണ്ടിയുള്ള തമാശ കാണിക്കുന്ന അത്ഭുതങ്ങളല്ല യേശുവിൻ്റേത്. അത് രക്ഷയുടെ അടയാളമാണ്. യേശു പറയും, ദൈവത്തിൻ്റെ കരുത്താലാണ് ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത്, ദൈവരാജ്യത്തിൻ്റെ ഇടയിൽ വന്നു കഴിഞ്ഞു. എന്താണ് ഈ സുവിശേഷത്തിൽ അത്ഭുതങ്ങളുടെ അർത്ഥം? വ്യത്യാസമുണ്ട്. അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു എന്നല്ലാതെ എന്തിനുവേണ്ടി പ്രവർത്തിച്ചു, എന്ത് പ്രവർത്തിച്ചു, അതിനെക്കുറിച്ചൊരു വ്യക്തതയില്ല. അപ്പോൾ സാമ്യങ്ങളുണ്ടെങ്കിലും വ്യത്യാസങ്ങൾ ഏറെയുണ്ട് ഈ സാമ്യങ്ങളിൽ തന്നെ. പക്ഷേ ഇതിനപ്പുറത്തേക്ക് കടന്നാൽ നമുക്ക് നോക്കാം, സാമ്യങ്ങൾക്കുപരിയായിട്ടുള്ള വ്യത്യാസങ്ങളിലേക്ക് വരാം. ആദ്യത്തേത്, യേശു ഒരു ചരിത്ര പുരുഷനാണ്. നമ്മൾ ആദ്യമേ കണ്ടു കഴിഞ്ഞു. നമ്മൾ ആദ്യത്തെ ടോക്കിൽ ഇതായിരുന്നു, യേശു ക്രിസ്തു ഒരു ചരിത്ര പുരുഷനായിരുന്നു എന്നുള്ളതിന് വ്യക്തമായ തെളിവുകൾ ഞാൻ നിരത്തി. അത് അന്നത്തെ സമകാലിക രേഖകളിൽ നിന്നാണ്, അല്ലെങ്കിൽ ഒരുപാട് സംഭവങ്ങളിലൂടെ. യേശു ചരിത്രത്തിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ചരിത്രത്തെ 2ആയി പിളർന്നവനാണ്. AD BC അവൻ ജീവിച്ചിരുന്നു. അവൻ എവിടെ ജനിച്ചു, എവിടെ ജീവിച്ചു, എന്ത് ചെയ്തു, വളരെ വ്യക്തമായി നമുക്ക് രേഖകളുണ്ട്. അപ്പോൾ ഈ ഒരു ചരിത്രപുരുഷനായ യേശു ഒരു പരിസ്ഥിതി നോക്കുമ്പോൾ വ്യക്തമായിട്ട് കാണാം. അങ്ങനെ ഒരു ജീവിതത്തെക്കുറിച്ചൊന്നും ഖുറാന് പറയാനില്ല. ഖുറാനിൽ വരുന്നത് ഈസാ മറിയാമിൻ്റെ മകനായി ജനിച്ചു, അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു, അവൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു, അല്ലെങ്കിൽ അള്ളാഹു അവൻ്റെ അടുക്കിലേക്ക് എടുക്കപ്പെട്ടു. ഇനി ജനനത്തെക്കുറിച്ച് തന്നെ നോക്കുക. ഖുറാനിൽ 19-ാമത്തെ അധ്യായം മറിയം എന്ന പേരിലാണ്. അതിലെ 16 മുതലുള്ള വാക്യങ്ങളിൽ ഞാൻ വായിക്കുകയാണ്. ഖുറാൻ അധ്യായം 16 മറിയം. പ്രവാചകരെ, ഈ വേദത്തിൽ മറിയമിൻ്റെ വൃത്താന്തം വിവരിച്ചുകൊള്ളുക. അവർ സ്വജനത്തിൽ നിന്നകന്ന് കിഴക്ക് വശത്ത് ഏകാന്തയായി കഴിഞ്ഞ സന്ദർഭം. അവളൊരു തിരശീലയിട്ട് അവരൊന്ന് മറഞ്ഞിരിക്കുകയായിരുന്നു.
ഈ അവസരത്തിൽ നാം നമ്മുടെ റൂഹിനെ അഥവാ മലക്കിനെ, അതാണ് ട്രാൻസ്ലേഷൻ്റെ എക്സ്പ്ലനേഷൻ, അവരിലേക്ക് അയച്ചു. മലക്ക് ഒരു തികഞ്ഞ മനുഷ്യരൂപത്തിൽ അവർ പ്രത്യക്ഷനായി. പെട്ടെന്ന് മറിയം പറഞ്ഞു, ഞാൻ നിങ്ങളിൽ നിന്ന് കാരുണികനായ അല്ലാഹുവിൽ അഭയം തേടുന്നു. നിങ്ങളൊരു ദൈവഭയമുള്ളവനാണെങ്കിൽ. അയാൾ പറഞ്ഞു, ഞാനോ നിൻ്റെ റബ്ബിൻ്റെ ദൂതനാകുന്നു. നിനക്ക് ഒരു വിശുദ്ധനായ പുത്രനെ തരുന്നതിന് വേണ്ടി നിയുക്തനായവൻ. മറിയം പറഞ്ഞു, എനിക്ക് പുത്രനുണ്ടാകുന്നത് എങ്ങനെ? എന്നെ യാതൊരു പുരുഷനും സ്പർശിച്ചിട്ട് പോലുമില്ല. ഞാൻ ദുർനടത്തക്കാരിയുമല്ല. മലക്ക് പറഞ്ഞു, അവിധം തന്നെ സംഭവിക്കും. അപ്രകാരം പ്രവർത്തിക്കുക എനിക്ക് വളരെ നിസ്സാരമാണെന്ന് നിൻ്റെ റബ്ബ് പറയുന്നു. ആ കുഞ്ഞിനെ ജനങ്ങൾക്കൊരു ദൃഷ്ടാന്തവും നമ്മുടെ പക്കൽ നിന്നുള്ള കാരുണ്യവും ആക്കേണ്ടതിനത്രേ നാം ഇങ്ങനെ ചെയ്യുന്നത്. അത് സംഭവിക്കുക തന്നെ ചെയ്യും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച അനൗൺസിയേഷൻ അല്ലെങ്കിൽ മംഗലവാർത്തയുടെ മറ്റൊരു അവതരണമാണ്. ഈ മറിയം എന്തിനു വേണ്ടിയാണ് തിരശ്ശീലയിട്ട് മറഞ്ഞിരുന്നത് നമുക്കറിയില്ല. ഇവിടെയാണത് കൃത്യമായിട്ട് അറിയില്ല. ഏതായാലും ഇനി തുടർന്ന് സംഭവിക്കുന്നു നോക്കൂ. 22 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ. അങ്ങനെ മറിയം ആ കുഞ്ഞിനെ ഗർഭം ധരിച്ചു. ഗർഭവുമായി അവൾ അകലെയുള്ള ഒരു സ്ഥലത്ത് ചെന്നെത്തി. പിന്നെ പ്രസവവേദന അവളെ ഒരു ഈന്തപ്പന ചുവട്ടിലെത്തിച്ചു. അപ്പോൾ അവൾ കേണുകൊണ്ടിരുന്നു. കഷ്ടം! ഇതിനു മുമ്പ് തന്നെ ഞാൻ മരിക്കുകയും എൻ്റെ പേരും കുറിയും വിസ്മൃതമാക്കുകയും ചെയ്തിരുന്നെങ്കിൽ. അപ്പോൾ താഴെ നിന്ന് മലക്ക് അവളെ വിളിച്ചറിയിച്ചു, വ്യസനിക്കാതിരിക്കുക, നിൻ്റെ റബ്ബ് നിനക്കു താഴെ ഒരു അരുവി പ്രവഹിപ്പിച്ചിരിക്കുന്നു. നീ ആ ഈന്തപ്പനെടുത്ത് അടിയൊന്ന് കുലുക്കി നോക്കുക. അത് നിനക്ക് പുതിയ ഈന്തപ്പഴം തുടരെ വീഴ്ത്തിത്തരും. അത് തിന്നുകയും കുടിക്കുകയും കൺകുളിർക്കുകയും ചെയ്തു കൊള്ളുക. പിന്നെ വല്ല മനുഷ്യരും കാണുകയാണെങ്കിൽ അവരോട് പറഞ്ഞേക്കൂ, ഞാൻ കാരുണികനായ ദൈവത്തിന് വേണ്ടി വ്രതം നേർന്നിരിക്കുകയാണ്, അതിനാൽ ഞാൻ ഇന്ന് ആരോടും സംസാരിക്കുന്നില്ല. രണ്ടാമത്തേത്, ദൈവദൂതൻ്റെ സന്ദേശം കിട്ടിയ മറിയം ഇവിടെ മരുഭൂമിയിലേക്ക് പോവുകയാണ്. എവിടെയാണ് ഈ മരുഭൂമി? ഈന്തപ്പനകളുള്ള മരുഭൂമി എവിടെയാണ്? അതിനുശേഷം മരുഭൂമിയിൽ വെച്ച് ഈന്തപ്പന ഉലുക്കി അതിൽ നിന്ന് ഈന്തപ്പഴം തിന്നു, താഴെ നിന്നുള്ള വെള്ളം കുടിച്ചു. എന്താണ് താഴെ ഒഴുകുന്ന അരുവികൾ? കൃത്യമായിട്ട് അറിയില്ല. ഗർഭിണിയായ സ്ത്രീ എത്ര നാൾ അവിടെ കഴിഞ്ഞു അതും പറയുന്നില്ല. 33 വരെയുള്ള വാക്യങ്ങളും കൂടി. പിന്നെ ആ ശിശുവിനെയും എടുത്ത് അവൾ തൻ്റെ ജനത്തിലേക്ക് വന്നു. അവർ പറയാൻ തുടങ്ങി, ഓ മറിയം, നീ മഹാപാപം ചെയ്തു കളഞ്ഞല്ലോ. ഓ ഹാറൂനിൻ്റെ സഹോദരി, നിൻ്റെ പിതാവ് ഒരു ദുഷിച്ച മനുഷ്യനായിരുന്നില്ല, മാതാവ് ഒരു ദുർനടത്തക്കാരിയുമായിരുന്നില്ല. അപ്പോൾ മറിയം ശിശുവിനെ നേരെ ചൂണ്ടി ജനം ചോദിച്ചു, തൊട്ടിൽ കിടക്കുന്ന ഒരു ശിശുവിനോട് ഞങ്ങൾക്ക് സംസാരിക്കുന്നത് എങ്ങനെ? ശിശു പറഞ്ഞു, ഞാൻ അള്ളാഹുവിൻ്റെ ദാസനാകുന്നു. എനിക്ക് അവൻ വേദം നൽകുകയും എന്നെ പ്രവാചകനാക്കുകയും ചെയ്തിരിക്കുന്നു. ഞാൻ എവിടെയായിരിക്കുമ്പോഴും അവൻ എന്നെ അനുഗ്രഹീതനുമാക്കിയിരിക്കുന്നു. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമസ്കാരവും സക്കാത്തും അനുഷ്ഠിക്കാൻ അവനോട് അനുശാസിച്ചിരിക്കുന്നു. അവൻ എന്നെ സ്വമാതാവിനെ നന്നായി പരിചരിക്കുന്നവനുമാക്കിയിരിക്കുന്നു. എന്നെ ദുർഭകനായ ക്രൂരനാക്കിയിട്ടില്ല. എൻ്റെ ജനനനാളിലും മരണനാളിലും ഞാൻ എഴുന്നേൽപ്പിക്കപ്പെടുന്ന നാളിലും എനിക്ക് സമാധാനം. ഇത്രയുമാണ് ഖുർആൻ പറയുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ച് നോക്കുക, ഖുർആൻ പറയുന്ന കാര്യം യേശുവിനെക്കുറിച്ച് പറയുന്നത് ഒന്ന് തന്നെയാണോ? മംഗലവാർത്ത എന്ന് പറഞ്ഞു ശരിയാണ്. പക്ഷേ ഈ മംഗലവാർത്ത ലഭിക്കുന്നത് ഏതോ വാദമുറിയടിച്ചിരുന്ന സ്ഥലത്തല്ല. മറിയത്തിന് മംഗലവാർത്ത ലഭിക്കുന്നതിനെക്കുറിച്ച് ലൂക്കാട് സുവിശേഷം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് നസ്രത്തിലെ മരപ്പണിക്കാരനായ ജോസഫ് എന്ന പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയാണ് മറിയം. അവളുടെ അടുക്കിലേക്കാണ് ദൈവദൂതൻ വരിക. ദൈവദൂതൻ വന്നു, സംസാരിച്ചു, വിശദീകരണം സാമ്യമുണ്ട്. അതിനുശേഷം മറിയം പോകുന്നത് മരുഭൂമിയിലേക്കല്ല, അവിടുത്തെ മരുഭൂമിയുമില്ല. അവൾ പോകുന്നത് നേരെ ജെറൂസലത്തിന് തെക്കായിട്ടുള്ള ഐൻ കരീം എന്ന ഗ്രാമത്തിലേക്കാണ്. ഏകദേശം 135 കിലോമീറ്റർ ദൂരമുണ്ട് നാസറത്തിൽ നിന്ന് ഐൻ കരീമിലേക്ക്. ജെറൂസലമിൽ നിന്ന് 7 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറായിട്ട് സ്ഥിതി ചെയ്യുന്ന ഐൻ കരീമാണ്. അവിടെയാണ് സഖറിയ പുരോഹിതനും ഭാര്യ എലിസബത്തും ജീവിച്ചിരുന്നത്. അവർക്ക് ഒരു കുഞ്ഞിരിക്കാൻ പോകുന്നു എന്ന് കേട്ടുകൊണ്ടാണ് അവൾ വരുന്നത്. അവൾ 3 മാസം അവിടെ താമസിച്ചതിന് ശേഷം തിരിച്ചു വന്നു. കുഞ്ഞുമായിട്ടല്ല വരുന്നത്. അതേസമയം ഖുറാനിലെ മറിയം അവൾ അഹ്റോൻ്റെ സഹോദരിയാണ്, ഇമ്രാമിൻ്റെ മകളാണ്. അത് പറയും, അത് ഒരു കൃത്യമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. ഇമ്രാം അഹ്റോൻ നമുക്കറിയാം, എത്രയോ വർഷങ്ങൾ നൂറ്റാണ്ടുകൾക്ക് ജനിച്ച് അത് വിടാം. അപ്പോൾ അതൊരു പൊതുവായി എടുക്കുന്ന കണക്കാക്കുക. അതിനുശേഷം ഈ വാക്ക് കിട്ടിയ മറിയം മരുഭൂമിയിലേക്ക് പോകുന്നു. ഈന്തപ്പനുള്ള മരുഭൂമി അറേബ്യയിൽ എവിടെയെങ്കിലും ആയിരിക്കും. അപ്പോൾ നസ്രത്തിൽ നിന്ന് ഏതാണ്ട് 1000-ലധികം കിലോമീറ്റർ ദൂരെയുള്ള സംഭവത്തെക്കുറിച്ചാണ് പറയുക. ഈ മറിയം ആ മറിയം ഒന്ന് തന്നെയാണോ? അഥവാ യേശുവിൻ്റെ അമ്മയായ മറിയത്തെക്കുറിച്ച് ഇങ്ങനെയുള്ള കഥകൾ ഉണ്ടാക്കുന്നതാണോ? അവിടെ സംഭവിക്കുന്നത് എന്താണ്? അവിടെ സംഭവിക്കുന്നത് അവൾ തനിച്ചാണ്, അവൾ കരയുന്നു, ഇത് വേണ്ടായിരുന്നുള്ള ചിന്തയാണ്. അപ്പോഴാണ് മാലാഖ പറയുന്നത്, നീ ഈന്തപ്പന പിടിച്ചു കുലുക്കൂ. ഈന്തപ്പന പിടിച്ചു കുലുക്കുന്ന ഗർഭിണിയായ സ്ത്രീ അവിടെ നിന്ന് വീഴുന്ന ഈന്തപ്പഴം നിന്നു ദാഹം മാറ്റാൻ വെള്ളവും കുടിക്കുന്നു.
അങ്ങനെ അവിടെ പ്രസവിക്കുന്നു. എത്ര നാൾ കഴിഞ്ഞാണെന്നൊന്നും പറയുന്നില്ല. പ്രസവിച്ച് കുഞ്ഞിനെയും കൊണ്ടാണ് തിരിച്ചു വരിക. തിരിച്ചു വരുമ്പോഴത്തേക്ക് എല്ലാവരും അവളിൽ ആരോപിക്കുന്നു, കുറ്റം ആരോപിക്കുന്നു. ദുർനടത്തക്കാരാണ്, വ്യഭിചാരം ചെയ്തതാണ്. അപ്പോൾ ഈ തൊട്ടിയിൽ കിടക്കുന്ന ശിശുവാണ് പറയുന്നത്, ദിവസങ്ങളെ പ്രായമായുള്ളൂ. അവൻ എണീറ്റ് പറയും, അവൻ അമ്മയുടെ ചാരിത്രത്തെ അവൻ ന്യായീകരിക്കും. അതുപോലെ തന്നെ അമ്മയെ പരിചരിക്കാനായിട്ട് അവിടെ അപ്പനില്ല എന്നൊരു ചിന്ത സൂചനയുണ്ട്. കന്യാജനനം എന്നുള്ള ആശയം പറയുന്നു. പക്ഷേ ഈ കഥകളൊക്കെ എടുത്തത് ബാല്യകാല സുവിശേഷം എന്നറിയപ്പെടുന്ന ഒരുപാട് അപ്പോക്രിഫൽ ഗ്രന്ഥങ്ങളുണ്ട്. ഇപ്പോൾ യേശുവിൻ്റെ ബാല്യകാലത്തെക്കുറിച്ച് ജിജ്ഞാസയുള്ളവർ AD 2-3 നൂറ്റാണ്ടിൽ എഴുതിയ കുറേ രേഖകളുണ്ട്. അതിൻ്റെ സ്വാധീനം ഇവിടെ കാണാൻ സാധിക്കും. ഇനി സുവിശേഷങ്ങളിലേക്ക് നോക്കൂ. തിരിച്ചു വന്ന മറിയം കുഞ്ഞിനെയും കൊണ്ടല്ലോ, ഗർഭിണിയായിരുന്നു. അവളെ സ്വീകരിക്കണോ വേണ്ടെന്ന് ജോസഫ് ശങ്കിച്ചു. പക്ഷേ ദൈവത്തിൻ്റെ ദൂതൻ ജോസഫിന് കൊടുത്ത നിർദ്ദേശമനുസരിച്ച് ഭാര്യയെ സ്വീകരിച്ചു. എന്നിട്ട് അവർ ഈന്തപ്പന ഭക്ഷിച്ചല്ലോ ജീവിക്കുന്നത്. പ്രസവം നടക്കുന്നത് ബെത്ലഹത്ത്, ജെറൂസലത്തിൽ നിന്ന് കിഴക്ക് തെക്കായിട്ടുള്ള ബെത്ലഹത്ത്. ദാവീദിൻ്റെ ഗോത്രത്തിൽ പിറന്നവരാണ് ജോസഫ്. അതുകൊണ്ട് ദാവീദിൻ്റെ ഗോത്രത്തിലേക്ക് പോകുന്നു. കാനേഷുമാരി കണക്കിൻ്റെ കാര്യമൊക്കെ പറയുന്നത്. അവിടെ ജനിക്കുന്നത് ഈന്തപ്പന ചുവട്ടിലല്ല, അവിടെ ജനിക്കുന്ന ഒരു തൊഴുത്തിലാണ്. കാരണം അവർക്ക് സത്യത്തിൽ ഇടം കിട്ടിയില്ല. അതിനുശേഷം ആണ് യേശുവിൻ്റെ ബാല്യം. അപ്പോൾ യേശുവിൻ്റെ ബാല്യകാലത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നതും ഖുറാൻ പറയുന്നതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അപ്പോൾ രണ്ടും ഒരാൾ തന്നെയാണെന്ന് പറയാം. പക്ഷേ ഒരാളെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ ജനനത്തിൽ തന്നെ ഒരുപാട് വ്യത്യാസമുണ്ട്. രണ്ടാമത്തെ കാര്യം, ഖുറാനിലെ ഈസ മരിച്ചിട്ടില്ല. വളരെ വ്യക്തമായിട്ട് പറയും, മരിച്ചിട്ടില്ല. അവനെ എടുക്കുകയാണ്, ദൈവം തൻ്റെ അടുക്കിലേക്ക് എടുക്കുകയാണ്. എത്ര കാലം ഈസായി ഭൂമിയിൽ ജീവിച്ചു നമുക്കറിയില്ല, ഖുറാനും അറിയില്ല. എന്തു ചെയ്തു, അത്ഭുതം ചെയ്തു, എന്താണെന്നറിയില്ല. എന്തു പഠിപ്പിച്ചു അതും അറിയില്ല. അവസാനം ഖുറാൻ പറയും ഈസായെ എടുത്തു. പക്ഷേ വ്യക്തിപരമായി സുവിശേഷങ്ങൾ പറയുന്ന ഈശോ സ്വർഗ്ഗാരോഹണം ചെയ്തു മരണത്തിന് ശേഷമാണ്. അപ്പോൾ യേശുവിൻ്റെ ജീവിതം, യേശുവിൻ്റെ മരണം വളരെ വ്യക്തമായിട്ട് സുവിശേഷം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ മരിച്ച് ഉത്ഥാനം ചെയ്തവനാണ് സുവിശേഷങ്ങളിലെ ഈസ. അതേസമയം മരിക്കാതെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടവനാണ് ഖുറാനിലെ ഈസ. അതിന് വിശദീകരണങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇതും അപ്പോക്രിഫ ഗ്രന്ഥങ്ങളുടെ ഭാഗം തന്നെയാണ്. ഡൊസേറ്റിസം ഒരു ഭാഷ AD 1-ാം നൂറ്റാണ്ട് അവസാനം 2-ാം നൂറ്റാണ്ട് ആരംഭത്തിൽ കടന്നു വന്നതാണ്. ദൊഖേയ് എന്ന് പറഞ്ഞാൽ ചിന്തിക്കുക, പ്രത്യക്ഷപ്പെടുക, അപ്പിയർ, കാണപ്പെടുക. അപ്പോൾ യേശുവിൻ്റെ മനുഷ്യത്വം തന്നെ വെറും ഒരു ധാരണയായിരുന്നു, ഒരു പ്രത്യക്ഷീകരണം മാത്രമായിരുന്നു, യാഥാർത്ഥ്യമല്ല എന്ന് വിചാരിക്കുന്നവരുണ്ട്. അല്ല, യേശു ജനിച്ചു ജീവിച്ചു, പക്ഷേ മരിക്കാൻ നേരത്ത് യേശു അവിടുന്ന് അപ്രത്യക്ഷനായി. സുവിശേഷങ്ങൾ പുതിയ നിയമം മുഴുവനും വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന സത്യമാണ്. യേശു ക്രിസ്തു മരിച്ചു, ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം ചെയ്തു. അതേസമയം ഖുറാനിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് യേശു ക്രിസ്തു മരിച്ചിട്ടില്ല. മരിച്ചു എന്ന് പറയുന്നത് തെറ്റാണ്. വളരെ വ്യക്തമായിട്ടും 4-ാമത്തെ അധ്യായം 157-ാമത്തെ വാക്യത്തിൽ പ്രകാരം പറയും, അവർ സ്വയം പറഞ്ഞു, മസീഹ ഇസ്ബനു മറിയമിനെ, ദൈവദൂതനെ ഞങ്ങൾ വധിച്ചു കളഞ്ഞിട്ടുണ്ട്. സത്യത്തിലോ അവർ അദ്ദേഹത്തെ വധിച്ചിട്ടില്ല, ക്രൂശിച്ചിട്ടുമില്ലയോ. പിന്നെയോ സംഭവം അവർക്ക് അവ്യക്തമാവുകയാണ് അത്രയും ഉണ്ടായത്. അദ്ദേഹത്തെക്കുറിച്ച് ഭിന്നാഭിപ്രായമുള്ളവരും സന്ദേഹഗ്രസ്തർ തന്നെയാകുന്നു. അവരുടെ പക്കൽ ആ സംഭവത്തെക്കുറിച്ച് കേവലം ഊഹത്തെ പിന്തുടരുന്നല്ലാതെ ഒരറിവുമില്ല. അവർ മസീഹിനെ ഉറപ്പായി വധിച്ചിട്ടില്ല, പ്രത്യുത അദ്ദേഹത്തെ അള്ളാഹുവിലേക്ക് ഉയർത്തിയതാകുന്നു. വളരെ വ്യക്തമാണ് ഖുറാൻ്റെ നിലപാട്. മരിച്ചിട്ടില്ല, അവർക്ക് തോന്നിയതായിരുന്നു. ഇതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഡൊക്സേറ്റിസം എന്ന് പറഞ്ഞൊരു പാഷണ്ഡതയുടെ ഭാഗമാണിത്. സൂചന, കാഴ്ച, ഡൊക്കേയിൻ, അഭിപ്രായപ്പെടുക, അപ്പാരിയം. അപ്പോൾ 1-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം ഗ്നോസ്റ്റിസിസം എന്ന് പറയും ജ്ഞാനവാദത്തിൻ്റെ ഒരു ഉപവിഭാഗമായി കടന്നു വന്ന പാഷണ്ഡതയാണ് ഡൊസേറ്റിസം. അതനുസരിച്ച് യേശു ക്രിസ്തുവിനെ അവർ വധിച്ചിട്ടില്ല. പിന്നെ എന്താ സംഭവിച്ചത്? ഒരു കൂട്ടർ പറയും യേശുവിനെ വധിച്ചു എന്ന് ഒരു തോന്നൽ മാത്രമായിരുന്നു. മറ്റൊരു കൂട്ടർ പറയും അതല്ല, യേശുവിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് പടയാളികളെ കൊണ്ട് യൂദാസ് വന്നു. പക്ഷേ പടയാളികൾ പിടിക്കാൻ നോക്കിയപ്പോൾ യേശുവിനെ കണ്ടില്ല. അതുകൊണ്ട് യൂദാസിനെ പിടിച്ചുകൊണ്ട് കുരിശ് തറച്ചു എന്ന് നൂറ് കൂട്ട് പറയും. അതല്ല, യൂദാസിനെയല്ല, പോകുന്ന വഴിക്ക് യേശു കുരിശ് കൊണ്ട് പോകുമ്പോഴേക്കും അപ്രത്യക്ഷനായി. അതുകൊണ്ട് കുരിശ് ചുമക്കാൻ സഹായിച്ച ശിമയോനാണ് കുരിശ് തറച്ചത്. എന്തെങ്കിലും ആവട്ടെ, ഒരു യേശു മരിച്ചിട്ടില്ല എന്നുള്ള കാഴ്ചപ്പാട് ഖുറാൻ്റെ പുതിയ കണ്ടുപിടുത്തമൊന്നുമല്ല. ഇത് പണ്ടേ 2-ാം നൂറ്റാണ്ട് മുതൽ ഉണ്ടായിരുന്നതാണ്. സഭയുടെ പൊതുവായിട്ടുള്ള പഠനത്തിനും ബൈബിളിൻ്റെ സാക്ഷ്യത്തിനും ഘടകവിരുദ്ധമായി നിൽക്കുന്നതാണ് യേശു മരിച്ചിട്ടില്ല എന്നുള്ള നിലപാട്. ഇനി യേശുവിനെ ദൈവപുത്രനായിട്ടാണ് ക്രിസ്ത്യാനികൾ കാണുക, സുവിശേഷം കാണുക. പക്ഷേ ദൈവപുത്രന് പുത്രനുണ്ടാകുക എന്ന് പറയുന്നത് ഒരു കാരണത്തിലും സ്വീകാര്യമല്ല എന്ന് ഖുറാൻ അനേകം തവണ പറയുന്നുണ്ട്. ദൈവം ഒരുവൻ മാത്രമേ ഉള്ളൂ. യേശു ആരാണ്? യേശു റസൂലാണ്. ഈസ റസൂലാണ്. ഈസ നബിയാണ്, ദാസനാണ്, ദൈവത്തിൻ്റെ ദാസൻ. മറ്റബ്രാഹത്തെയും ആദാമിനെയും മൂസയെയും ഒക്കെ പോലെ യേശു ഒരു ദാസനാണ്.
ദൈവത്തിൻ്റെ ദാസനായ ഈസാ നബി. അതേസമയം ബൈബിളിനെ സംബന്ധിച്ചിടത്തോളം യേശു ദൈവത്തിൻ്റെ പുത്രനാണെന്നുള്ള അടിസ്ഥാനമായ വിശ്വാസം. അതിൻ്റെ പേരിലാണ് യേശു വധിക്കപ്പെടുന്നത്. അതിൻ്റെ പേരിലാണ് ക്രിസ്ത്യാനികളും സ്വയം പീഡനങ്ങൾ ഏറ്റെടുക്കാനായിട്ട് തയ്യാറാകുന്നത്. യേശു ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് മുസ്ലിമുകൾക്ക് ഈസാ നബി ദൈവത്തിലേക്ക് എടുക്കപ്പെട്ട ഒരു ദൂതൻ മാത്രമാണ്. ഇനി യേശുവിനെ സംബന്ധിച്ച് ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം യേശു സ്വർഗ്ഗത്തിൽ ആരോഹണം ചെയ്തെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് അകന്നു പോയിട്ടില്ല. ഞാൻ നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കും, ഇപ്പോൾ ലോകാവസാനം വരെ നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് മത്തായി എഴുതിയ സുവിശേഷം അവസാനിക്കുന്നത്. ലോകാവസാനം വരെ ഞാൻ കൂടെ ഉണ്ടായിരിക്കും. എവിടെ? എല്ലായിടത്തും. 2 or 3 പേർ എവിടെ ഒരുമിച്ച് കൂടുമോ, എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമോ, അവരുടെ മധ്യത്തിൽ ഞാൻ ഉണ്ടായിരിക്കും. മർക്കോസിന് സുവിശേഷം അവസാനിക്കുന്ന 16-ാം അധ്യായം 15 ഉള്ള വാക്യങ്ങളിൽ യേശു അവരുടെ കൂടെ പ്രവർത്തിച്ചു. അവൻ്റെ വാക്കുകൾ യേശു സ്ഥിരീകരിച്ചു അത്ഭുതങ്ങളിലൂടെ. എല്ലായിടത്തും അന്നും ഇന്നും ഒരുപോലെ ലോകാവസാനം വരെ ഞാൻ നിങ്ങളോട് ഉണ്ടായിരിക്കും. ഇപ്പോൾ യുഗാന്തം വരെയുള്ളൊരു നിത്യ സാന്നിധ്യമാണ് യേശു. അത് ഏതോ ഒരു കാലത്ത് ഏതോ മരുഭൂമിയിൽ ജനിച്ച് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട ഒരു ദൂതനല്ല യേശു. യേശു വളരെ വ്യക്തമായൊരു ചരിത്രപുരുഷനാണ്. കൃത്യമായി ബെത്ലഹത്തിൽ ജനിച്ച് നസ്രത്തിൽ വളർന്ന് യൂദയായാലും ഗലീലയിലും ഉടനീളം സുവിശേഷം പ്രസംഗിച്ച് അവസാനം യഹൂദരുടെ നിർബന്ധപ്രകാരം റോമക്കാർ അറസ്റ്റ് ചെയ്ത് കുരിശിൽ തറച്ചു കൊന്ന വ്യക്തിയാണ് യേശു. പോരാ, ആ മരണത്തിന് ശേഷം അവൻ ഉയർത്തെഴുന്നേറ്റു. അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. 40 ദിവസം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. അവൻ സ്വർഗ്ഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ അടുക്കിലേക്ക് കടന്നുപോയി. അവനിലൂടെ ലോകത്തിന് രക്ഷ കിട്ടുന്നു. അവൻ ദൈവമാണ്. പരിശുദ്ധ ത്രിത്വത്തിലെ 2ാം വ്യക്തിയാണ്. ദൈവത്തിൻ്റെ പുത്രനാണ്. അവനാണ് നമുക്ക് ദൈവത്തിൻ്റെ മക്കളാവുന്ന സ്ഥാനം നൽകുക, അവകാശം നൽകുക. അവനിലൂടെയാണ് നമുക്ക് രക്ഷ. അവനാണ് നമുക്ക് പറഞ്ഞത് ആരാണ് ദൈവം. പ്രവാചകനാണ്. പക്ഷേ പ്രവാചകൻ മാത്രമല്ല, പ്രവാചകനപ്പുറത്ത് അവൻ രക്ഷകനാണ്. സ്വത്തേരെന്ന് പറയും. എന്താ? പാപത്തിൽ നിന്ന് രക്ഷ നൽകുകയാണ്. ആദം മൂലം കടന്നു വന്ന മനുഷ്യവർഗത്തെ മുഴുവനും ദൈവത്തിൽ നിന്ന് അകറ്റുന്ന ഈ പാപത്തിൽ നിന്ന് മോചിപ്പിച്ച് ദൈവത്തിൻ്റെ മക്കളാക്കി തീർക്കുന്ന രക്ഷകനാണ് യേശു. ദൈവത്തിൻ്റെ പുത്രനാണവൻ. അവൻ ദാവീദിൻ്റെ പുത്രനായ രാജാവാണ്. ഏതാണ് രാജാവ്? പിലാത്തോസ് ചോദിച്ചു യേശുവിനോട്, നീ രാജാവാണോ? നീ പറഞ്ഞല്ലോ ഞാൻ രാജാവാണെന്ന്. പക്ഷേ എൻ്റെ രാജ്യം ഐഹികമല്ല, ഈ ലോകത്തിനടുത്ത രാജ്യമല്ല. ആയിരുന്നെങ്കിൽ എൻ്റെ പടയാളികൾക്കെതിരെ എനിക്ക് വേണ്ടി പൊരുതുമായിരുന്നു. ഞാൻ ഈ ലോകത്തിൻ്റെ രാജാവല്ല, പക്ഷേ ലോകത്തിനും. എന്താണ് രാജ്യത്വം? രാജാവെന്ന് പറഞ്ഞാൽ ജനത്തിൻ്റെ ക്ഷേമം അന്വേഷിക്കുന്നവനാണ്. ദൈവം രാജാവാണ്. ആ ദൈവത്തിൻ്റെ രാജ്യത്വം, ദൈവത്തിൻ്റെ രാജ്യം ഇവിടെ പ്രഘോഷിക്കുക, സ്ഥാപിക്കുക, അതാണ് യേശുവിൻ്റെ അർത്ഥം. യേശു ക്രിസ്തു രാജാവാണെന്ന് പറയുമ്പോഴേക്കും ഏതെങ്കിലും ഒരു സിംഹാസനം സ്ഥാപിച്ചൊരു രാജ്യം, ഭൗതിക രാജ്യം സ്ഥാപിക്കുന്നതല്ല യേശു. എല്ലാ മനുഷ്യഹൃദയങ്ങളിലും ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ള അവബോധം അത് വരുത്തുകയാണ്. അങ്ങനെ സ്നേഹത്തിലൂടെ ഉണ്ടാകുന്ന ഒരു രാജ്യം, ദൈവരാജ്യം മനുഷ്യഹൃദയങ്ങൾ സ്ഥാപിക്കുക. യേശു പുരോഹിതനാണ്. തീർച്ചയായിട്ടും അഭിഷേകം ചെയ്യപ്പെട്ട പുരോഹിതനാണ്. അപ്പോൾ സ്വന്തം ജീവൻ ബലിയായി അർപ്പിച്ചുകൊണ്ട് തന്നെയും ലോകത്തെ മുഴുവനും പിതാവിന് സമർപ്പിച്ചവനാണ്. സകല പാപങ്ങൾക്ക് പരിഹാരമനുഷ്ഠിച്ചവനാണ് യേശു ക്രിസ്തു. അപ്പോൾ യേശു ദാവീദിൻ്റെ പുത്രനാണ്. യേശു മോശയെപ്പോലെ പ്രവാചകനാണ്. യേശു അഹരോൻ്റെ പിന്മാർക്കാരനല്ല, യഥാർത്ഥ പുരോഹിതനാണ്. മെൽക്കിസേദെക്കിൻ്റെ ക്രമപ്രകാരം പുരോഹിതനാണ്. യേശു രക്ഷകനാണ്. കന്യകയിൽ നിന്ന് ജനിച്ചവനാണ്. സ്വർഗ്ഗാരോഹണം ചെയ്തവനാണ്. ദൈവത്തിൻ്റെ പുത്രനാണ്. അപ്പോൾ എത്രയോ ടൈറ്റിൽ ഏതു പറഞ്ഞാലും പൂർണ്ണമാവുകയില്ല. അപ്പോൾ യേശു ക്രിസ്തുവാണെന്ന് പറയുമ്പോൾ പ്രവാചകനല്ല എന്ന് വരുന്നില്ല. യേശു പുരോഹിതനാണെന്ന് പറയുമ്പോൾ രാജാവ് അല്ലെന്ന് വരുന്നില്ല. ഇതെല്ലാം പറയുമ്പോഴും ദൈവത്തിൻ്റെ പുത്രനാണ്. അപ്പോൾ ഒരു പൂർണ്ണമായ വ്യക്തിത്വത്തെ നമുക്ക് ഒരു വാക്കുകൊണ്ട് ഉൾക്കൊള്ളാനാവില്ല. അതുകൊണ്ട് യേശു പ്രവാചകനാണ് എന്ന് പറഞ്ഞ് നിർത്താനാവില്ല. ഇസ്ലാം വിശ്വാസികൾ പറയുന്നത് ശരിയാണ്, യേശു പ്രവാചകനാണ്. പക്ഷേ അതിനപ്പുറത്ത് കുറേ കൂടിയുണ്ട്. അത് സ്വീകരിക്കണമെന്നുണ്ട് ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ തന്നെ മാറ്റമുണ്ടാകണം. ആരാണ് ദൈവം? എൻ്റെ ഭാവനയിൽ ഞാൻ തിരഞ്ഞെടുത്ത ഒരു ദൈവചിത്രമാണെന്ന് തീർച്ചയായിട്ടും ഇതേ പറ്റുള്ളൂ. ഏകം ദൈവമാണ്. ദൈവം ഒരുവനെ ഉള്ളെങ്കിൽ പിന്നെ എങ്ങനെ പുത്രനുണ്ടാകും? അതുകൊണ്ടാണ് പുത്രനെ വരിക്കുക എന്നുള്ളത് അള്ളാഹുവിന് സാധ്യമല്ല, തീർച്ചയായിട്ടും സാധിക്കില്ല. പക്ഷേ ബൈബിളിലെ ദൈവം വ്യത്യസ്തമാണ്. അതുകൊണ്ട് നമുക്ക് അടുത്ത ചോദ്യം ചോദിക്കണം, ആരാണ് ബൈബിളിലെ ദൈവം? നമ്മൾ ദൈവം അള്ളാഹ് പറഞ്ഞു, യേശു പറഞ്ഞു. ഇനി ബൈബിളിൽ ദൈവത്തെക്കുറിച്ച് എന്താ പറയുന്നത് കൃത്യമായിട്ട്? ഇവിടെ ഒരു ഡയലോഗിനേക്കാൾ കൂടുതൽ ബൈബിൾ പഠിപ്പിക്കുന്ന കാര്യം കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാനാണ് നമ്മൾ ശ്രമിക്കുക. അടുത്ത തവണ നമ്മൾ ചോദ്യം ഇതായിരിക്കും, ആരാണ് ബൈബിളിലെ ദൈവം? എന്താണ് ത്രിയേക ദൈവം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കുക? നമുക്ക് അടുത്ത തവണ അത് കാണാം. ഒരു നിമിഷം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ യേശുവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവായ ദൈവമേ, പിതാവിൻ്റെ സ്നേഹം ഞങ്ങൾക്ക് വ്യക്തമാക്കി തരാൻ വേണ്ടിയാണ് ഞങ്ങൾ ഒരുവനെപ്പോലെ മനുഷ്യനായി അവിടുന്ന് അവതരിച്ചത്. തൻ്റെ ഏകജാതനെ നൽകാൻ മാത്രം ഞങ്ങളെ അത്രയേറെ സ്നേഹിച്ച പിതാവായ ദൈവമേ, ആ മകൻ്റെ കുരിശുമരണവും ഉത്ഥാനവും സ്വർഗ്ഗാരോഹണവും മഹത്വീകരണവും വഴി അങ്ങ് ഞങ്ങളെ അങ്ങയുടെ സ്വന്തമാക്കി സ്വീകരിക്കുകയായിരുന്നു. ഞങ്ങൾക്കും പുത്രസ്വീകാര്യത്തിൻ്റെ അവകാശം നൽകുകയായിരുന്നു.
പിതാവേ, അങ്ങേക്ക് നന്ദി. ഞങ്ങളെ സ്നേഹിതരായി സഹോദരങ്ങളായി സ്വീകരിച്ച യേശുവേ, അങ്ങ് തന്നെ പറഞ്ഞല്ലോ, ഞാൻ നിങ്ങളെ ഇന്ന് ദാസന്മാരെന്ന് വിളിക്കുകയില്ല, സ്നേഹിതന്മാരെന്ന് വിളിച്ചു. സഹോദരങ്ങളായി സ്വീകരിച്ച യേശുവേ, അങ്ങേക്ക് നന്ദി. ഞങ്ങളെ ദൈവമക്കളുടെ സ്ഥാനത്തേക്ക് ഉയർത്തുകയും ദൈവത്തെ പിതാവെന്ന് വിളിക്കാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുകയും പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങേക്ക് നന്ദി. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര